നമ്മുടെ സ്വന്തം പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത് കൽപ്പാത്തിയിൽ എങ്ങനെ വരിക, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നാണ്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വരൂ നോക്കാം. പ്രധാനമായും 4 ക്ഷേത്രങ്ങളാണ് രഥോത്സവത്തിന്റെ ഭാഗമാകുന്നത്. വിശാലാക്ഷ സമേത വിശ്വനാഥ ക്ഷേത്രം, മന്ദക്കര ഗണപതി ക്ഷേത്രം, ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപ്പുരം പ്രസന്ന ഗണപതി ക്ഷേത്രം. രഥം വലിക്കുന്നത് രാവിലെയും വൈകിട്ടും മാത്രമാണ്. നവംബർ 16 ഇവിടെ വെച്ച് നടക്കുന്ന ദേവരഥ സംഗമം കാണേണ്ട കാഴ്ച തന്നെയാണ്. മന്ദക്കര ഗണപതിയുടെ രഥം മാത്രം ഈ രഥസംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. ശിവനെ കണ്ട് വണങ്ങി മടങ്ങുന്നു എന്നതാണ് ഐതിഹ്യം. നിങ്ങൾ ട്രെയിനിലാണ് കൽപ്പാത്തിയിലേക്ക് വരുന്നതെങ്കിൽ പാലക്കാട് ജംഗ്ഷൻ ഒലോക്കോടിൽ ഇറങ്ങുക. ഇവിടെ നിന്നാകെ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൽപ്പാത്തിയിലേക്ക്. നിങ്ങൾ ബസ്സിലാണ് കൽപ്പാത്തിയിലേക്ക് വരുന്നതെങ്കിൽ KSRTC സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ടൗൺ സ്റ്റാൻഡിൽ ഇറങ്ങുക. നിങ്ങൾക്ക് കൽപ്പാത്തിയിലേക്കുള്ള ബസ് കിട്ടുന്നതാണ്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, നവംബർ 14, 15, 16. അതിനു മുമ്പ് നവംബർ 8 കൊടിയേറ്റ്. അതിന്റെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ.